ഇതാണ് നീലഭൃംഗാതി. നമുക്കിന്ന് ഇതൊന്ന് മാറ്റി കുഴിച്ചിടാം. ഇതിന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. നമുക്കിത് ഈ ഒരു നീല പാത്രത്തിലേക്കാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ ബ്രഹ്മി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ തന്നെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇതിൽ ബ്രഹ്മീനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്രഹ്മിയൊക്കെ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതിൽ അധികം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത് അങ്ങനെ മോശമായിട്ടുള്ള കൊതുതാവ് അങ്ങനെയൊന്നുമുള്ള വെള്ളമല്ല കേട്ടോ. ഞങ്ങളത് മാറ്റി വെള്ളം അവിടേക്ക് വേറെ വാഴേൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതിൽ വേറെ ഒന്നുമില്ല, അണുക്കളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ഒരു നീലപാത്രത്തിൽ തട്ടിയ മണ്ണ് കേട്ടോ. ഇനി നമ്മൾ ബ്രഹ്മീനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ തണ്ടുകൾ പറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളത് ആ നീലപാത്രത്തിലേക്ക് കുഴിച്ചിടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ പൂവ്. അത് ഉണങ്ങിയിട്ട് അതിലാണ് വിത്ത് വരുന്നത് കേട്ടോ. നമ്മുടെ ചെട്ടിപ്പൂവൊക്കെ ഇല്ല, അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ തണ്ടുകളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ പറിച്ചിട്ട് മാറ്റി നട്ടതായിരുന്നു കേട്ടോ. തണ്ടുകൾ പറിച്ചിട്ട് മാറ്റി നട്ടതായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ. ആ പൂവ് ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വിത്താണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ആ വിത്ത് വേറൊരു പാത്രത്തിൽ നടുന്നുണ്ട്. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇതും ഇന്നാൾ മാറ്റി കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ പാത്രം, നീലപാത്രം കഴുകി അതിലേക്ക് പപ്പടക്കോല് കൊണ്ട് കുറച്ച് ഓട്ട ബാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചൂടാക്കിയിട്ട് കുറച്ച് ഓട്ടകൾ, അതായത് വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മിയാണെങ്കിൽ വെള്ളത്തിൽ വളരുന്നതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ അധികം വെള്ളം ആയാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ പപ്പടക്കോല് ചൂടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഓട്ടകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാത്രത്തിൽ ഇതാ കുറച്ച് മണ്ണ് നിറയ്ക്കുന്നുണ്ട് ആദ്യം. അതിന് മേലേക്ക് നമ്മളിതാ ഈ വാഴേൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ചിട്ട് അതും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മണ്ണിൽ ഓരോരോ കുഴികളായിട്ട് എടുത്തിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത്. അവസാനം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട്.